നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച, നക്ഷത്രം പൂരുരുട്ടാതി, ചതുർദശി, 14-ാം പിറ. നാളെ അമാവാസിയാണ്. അമാവാസിയും ശനിയാഴ്ചയും ഒത്തുവരുമ്പോൾ ഈ 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമയം പിറക്കുകയാണ്. ഒരു നല്ല കാലം ഈ നക്ഷത്ര ജാതകർക്ക് പിറക്കാൻ പോവുകയാണ്. കഴിഞ്ഞുപോയ കാലഘട്ടം പരിശോധിച്ചാൽ ഇവർക്ക് ദുഃഖ ദുരിതം തന്നെയായിരുന്നു. ഇതുവരെ സാമ്പത്തികമായും മാനസികമായും വളരെയേറെ തളർത്തി. അതൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ്. ഇവരുടെ കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത്. സൗഭാഗ്യ സമ്പന്നത. എന്നാൽ ഇവർ അധിക ഈശ്വരവിശ്വാസികളല്ല. ഇവർ അമിത ഈശ്വരവിശ്വാസികളല്ല. സദാസമയവും ഈശ്വരവിശ്വാസവുമായി നടക്കുന്നവരുമല്ല. തന്നെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് തനിക്ക് മുന്നിൽ എന്ന് അമിതമായി വിശ്വസിക്കുന്നവർ തന്നെയാണ് ഇവർ. ഒരു അദൃശ്യമായ ശക്തി തന്നെ നയിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിലൂടെ ഇവർ മുന്നോട്ട് പോകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇനി ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ്. അമാവാസിയാണ്. പിതൃക്കളെ സ്മരിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക. ദുരിത ദുഃഖത്തിലൂടെ പോയ നിങ്ങൾക്ക് 100% ഉറപ്പായും രക്ഷപ്പെടുവാൻ സാധിക്കും. മാർച്ച് 29 മുതൽ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾ തീർച്ചയായും കുടുംബക്ഷേത്ര ദർശനം നടത്തണം. നിങ്ങൾ വിദേശത്തോ നാട്ടിലോ മറ്റെവിടെയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കരുത്. കുടുംബക്ഷേത്രം ഏതാണ് എന്ന് അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുടുംബക്ഷേത്രത്തെ മറന്ന് ഒരു കളിയും നിങ്ങൾ കളിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളുണ്ടാക്കും. നിങ്ങൾ എവിടെയോ ആയിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ കുടുംബക്ഷേത്രത്തെ സ്മരിക്കുക. നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കൊണ്ട് ആ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യിപ്പിക്കുക നിങ്ങളുടെ പേരിൽ. അത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തും. ഈ 9 നക്ഷത്ര ജാതകർ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളിപ്പോൾ വിദേശത്താണ് എങ്കിൽ നിങ്ങളുടെ മക്കളെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ബന്ധുമിത്രാദികളെ കൊണ്ടോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഈ പറയുന്ന വഴിപാട് ഒന്ന് ചെയ്യിപ്പിക്കുക. അത് നിങ്ങൾക്ക് വളരെയേറെ ഐശ്വര്യം തരും. ഇപ്പോഴത്തെ ദുഃഖ ദുരിതങ്ങളൊക്കെ നീങ്ങി നിങ്ങൾക്ക് ഒരുപാട് രക്ഷപ്പെടുവാനുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതായി കാണുവാൻ സാധിക്കും. ഇത് അച്ചട്ടാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും. വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞ് ആ കുടുംബക്ഷേത്രത്തിൽ ഒരു അർച്ചന മാത്രം നടത്തുക. അത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നേടിത്തരുവാൻ കാരണമാകും. കുടുംബക്ഷേത്രത്തെ മറന്നുള്ള കളികൾ നമുക്ക് ഒരുപാട് ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വേറെ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കുടുംബക്ഷേത്രം അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ അർച്ചന ഒന്ന് നടത്തുക. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞ് നേർച്ചക്കടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പിടി നാണയം തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുക. ഇത് മതി ജീവിതത്തിൽ വലിയൊരു രക്ഷയ്ക്ക്. ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു നെയ്വിളക്ക് മാത്രം കത്തിക്കുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. വലിയ രീതിയിൽ നിങ്ങൾ രക്ഷപ്പെടും. എത്ര വലിയ ദുഃഖ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് വലിയൊരു മാറ്റമായിരിക്കും ഇനി വന്നു ചേരുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം പാടെ മാറുന്നതായി കാണുവാൻ സാധിക്കും. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞു കിട്ടും. ഉറപ്പായും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ അതുപോലെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഉറപ്പായ കാര്യമാണ്.
എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും വലിയൊരു സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് അവിടുത്തെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തണം. അത് സിറ്റി ആകട്ടെ, ഗ്രാമമാകട്ടെ, ടൗൺ ആകട്ടെ, പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് മാറുന്നതായി കാണുവാൻ സാധിക്കും. ആ ദേശത്തെ ക്ഷേത്രം ശാസ്താവിൻ്റേതാകട്ടെ, ഭദ്രകാളിയുടേതാകട്ടെ, വിനായകൻ്റെ ആകട്ടെ, ഹനുമാൻ്റെ ആകട്ടെ, ദേവിയുടെ ആകട്ടെ, ദേവൻ്റെ ആകട്ടെ, ആരുടെയെങ്കിലും ആകട്ടെ, അവിടെ നിങ്ങൾ പോയിരിക്കണം. അവിടെ പോയി ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക. ഇപ്പോഴത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായി അറിയുവാൻ സാധിക്കും. വരുന്ന 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. ഉറപ്പായ കാര്യമാണ്. ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായി അറിയുവാൻ സാധിക്കും. ഇത് അച്ചട്ടായ കാര്യമാണ്. ഇനി നമുക്കറിയാം ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ. അതിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയും തന്നെയാണ്. ശനി ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ധനലാഭം വന്നു ചേരുന്നു, പ്രതാപ പുഷ്ടി വന്നു ചേരുന്നു. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി സംഭവിച്ചിരിക്കും. വ്യാഴം ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭമാണ് ഈ നക്ഷത്രജാതകർക്ക്. ചില ഗോചരഫലങ്ങൾ അനുസരിച്ച് ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തുന്നു. അതുപോലെ തന്നെ ശുക്രൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭമാണ് ഈ നക്ഷത്രജാതകർക്ക്. ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും അശ്വതിയും ഭരണിയും കാർത്തികയും എത്തിച്ചേരും. ചന്ദ്രൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബന്ധുപ്രാപ്തിയും അതുപോലെ തന്നെ ധനപുഷ്ടിയും ഫലമായി കാണുന്നു. മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും. ഇനി ഉയർച്ചയുടെ സമയം തന്നെയാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങളെത്തും. അശ്വതിയും ഭരണിയും കാർത്തികയും രക്ഷപ്പെടുന്ന നാളുകൾ തന്നെയാണ്. കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. പുതിയൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കുകയാണ് എങ്കിൽ അതിലൊക്കെ നല്ല ലാഭം വന്നു ചേരും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഇവർ കടന്നെത്തുന്നത്. ഭാഗ്യശാലികളാണ്. ഒത്തിരി ഉയരങ്ങളിൽ എത്തേണ്ടവരാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. നല്ല ഉയർച്ചയുടെ സമയം, ഭാഗ്യത്തിൻ്റെ സമയം. നമുക്ക് അടുത്ത 3 നക്ഷത്രജാതകരെ അറിയാം. അവർ മറ്റാരുമല്ല, അവിട്ടവും ചതയവും പൊരുരുട്ടാതിയുമാണ്. അതീവ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു. ഇവരുടെ സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ്. ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനാഭിവൃദ്ധിയാണ് ഇവർക്ക് സംഭവിക്കുക. കുംഭക്കൂറുകാരുടെ നല്ല സമയം തുടങ്ങുകയായി. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും. ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിന്നാൽ ധനാഭിവൃദ്ധിയാണ് ഫലം. വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് കുംഭക്കൂറുകാർക്ക് സാധ്യമാകും. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇനി ഭാഗ്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് ഇവർ. ആണോ അല്ലയോ? ശരിയാണോ ഈ പറയുന്നത്? ഇനി അനുഭവിക്കാൻ വല്ലതുമുണ്ടോ? കുംഭക്കൂറുകാർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ശരിയാണ് എങ്കിൽ ശരിയാണ് എന്നെഴുതുക. അതല്ല എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതൊന്ന് കുറിച്ചേക്കുക. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി, ഒരു 6 മാസക്കാലമായി എങ്കിലും ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ പോയവരാണ്. ഇപ്പോൾ 7ാം ശനിയുടെ കാലഘട്ടം കൂടിയാണ്. എല്ലാ രീതിയിലും മനക്ലേശങ്ങൾ സംഭവിക്കുന്ന സമയം. എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് നാളെ മുതൽ വന്നു ചേരാൻ പോവുകയാണ്. ഗൃഹനിർമ്മാണം ആരംഭിക്കും.
പുതിയ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത കാണും. അതുപോലെ പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാനുള്ള സമയം കൂടിയാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. നിങ്ങളൊരു ദേവീ ഭക്തയാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ജീവിതത്തിൽ വഴിമാറുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്ര ജാതകർ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട തുലാരാശിക്കാരാണ്. തുലാരാശിയിലെ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. പല തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളായിരുന്നു ഇവരെ സംബന്ധിച്ച്. പല രീതിയിലുള്ള കാര്യതടസ്സങ്ങളായിരുന്നു ഇവരെ സംബന്ധിച്ച്. എന്നാൽ ഇനി നേട്ടമാണ്. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാല സമയം എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഒരു വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. സൗഭാഗ്യങ്ങൾ വന്നു നിറയാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. പല രീതിയിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ നക്ഷത്രജാതകർ. ശരിയാണോ അല്ലയോ? ഇവരെ സംബന്ധിച്ച് ദുഃഖങ്ങൾ മാത്രമേ ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ അതിൽ നിന്നുമൊക്കെ ഒരുപാട് നേട്ടം വന്നു ചേരും. ധനനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കാര്യഹാനികൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ശത്രുനാശമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ശത്രുക്കൾക്ക് ധാരാളമുള്ള ഇവർക്ക് ശത്രുവിൻ്റെ ഒരു നാശം കാണുവാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ച് ഇനി ഭാഗ്യ സമയമാണ്. ബുധൻ ജന്മരാശിയുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. കാര്യവിജയം, സൗഭാഗ്യം, ഉന്നത സ്ഥാനലാഭം എന്നിവ ലഭ്യമാകും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി, സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ധാര, പിൻവിളക്ക്, കൂവളമാല ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. വലിയ നേട്ടത്തിലേക്കും വലിയ ഐശ്വര്യത്തിലേക്കും നിങ്ങളെത്തും. ഇനി നിങ്ങളുടെ രക്ഷയുടെ സമയമാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. മറുപടി തരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.